മെയ്യഴകൻ എന്ന സിനിമ റിലീസായപ്പോൾ ഒരു റിവ്യൂവർ അതിന് കൊടുത്ത കമൻറ്റ് ഇങ്ങനെയായിരുന്നു. രണ്ടുപേരും മദ്യം കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കുമ്പോൾ മദ്യപിക്കാത്ത ഒരാൾ അത് കേട്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെയുണ്ടോ അതുപോലെയാണ് സിനിമ എന്നാണ് അയാൾ പറഞ്ഞത്. മെയ്യഴകൻ ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കണ്ട് ഇഷ്ടപ്പെട്ടവർ അതിനെപ്പറ്റി വാതോരാ സംസാരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ഒരു പരാജയത്തിലേക്ക് എത്തിച്ചതിൽ ആ റിവ്യൂവിൻ്റെ പങ്ക് ചെറുതൊന്നും ആയിരുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അത് വിജയിക്കും എന്ന കമൻറ്റ് 2 വട്ടം എനിക്ക് കിട്ടി. അതിനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ സിനിമയും വർക്കാവുന്ന ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. നല്ല സിനിമ ചീത്ത സിനിമ എന്നതൊക്കെ മൂവി കാണുന്ന ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത്. റിവ്യൂ എന്ന പേരിൽ ഇവർ ഓരോ സിനിമയ്ക്കും വിധി എഴുതുമ്പോൾ അത് ആസ്വദിക്കാനും അത് സ്വയം വിലയിരുത്താനുള്ള അവസരം പ്രേക്ഷകന് കിട്ടുന്നില്ല. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അമൽ നീരദിൻ്റെ ബോഗൻവില്ല എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ട് വന്ന എൻ്റെ ഫ്രണ്ട് അവനത് വർക്കായില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ ചോദിച്ചപ്പോൾ അവനൊരാളുടെ റിവ്യൂ കണ്ടിരുന്നു, അതുകൊണ്ട് അതിലെ വില്ലൻ ആരാണെന്ന് അവൻ ഓൾറെഡി അറിയാമായിരുന്നു. കഥയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സീൻ അറിഞ്ഞു വെച്ചിട്ട് പിന്നീട് ആ സീൻ നമുക്ക് മുന്നിൽ വരുമ്പോൾ നമുക്ക് പുതുമയൊന്നും തോന്നില്ല. ഒരു സീൻ ചിന്തിച്ചെഴുതുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു സീൻ നമ്മൾ എങ്ങനെ മനസ്സിൽ കണ്ടോ അതേപോലെ തന്നെ അതിനെ സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അതാണ് ഇവരൊക്കെ ഫസ്റ്റ് ഡേ പോയി സിനിമ കണ്ടിട്ട് ഒറ്റ സെക്കൻഡ് ഇല്ലാതാക്കുന്നത്. ഇതുപോലുള്ളവരുടെ റിവ്യൂസ് കണ്ടിട്ട് ഒരിക്കലും ഒരു സിനിമ നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇതുപോലുള്ള റിവ്യൂസ് സിനിമയെ ബാധിക്കില്ല എന്ന് ഇനിയും പറയാതിരിക്കുക. ഇതിനൊക്കെ ഇപ്പോഴും റിവ്യൂ എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്.